അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും ആൾട്ടോ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് BR മാച്ച് കളിക്കാനാണ്. അപ്പോൾ BR മാച്ച് വെറുതെ അല്ല, നമ്മൾ സോളോ വേഴ്സസ് സ്ക്വാഡാണ് കളിക്കുന്നത്. അപ്പം മറക്കാതെ നമ്മളെ വീഡിയോ ലൈക്ക് ആൻഡ് സബ് ചെയ്യണം. അപ്പം നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നൈസായിട്ട് നമ്മൾ പീക്കിൽ ഇറങ്ങി ഒരുത്തന്നെ നമ്മൾ നല്ല ബോഡി ഷോട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അവൻ നല്ല ഡാമേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി അടിക്കാന്നുള്ള ഒരു മൈൻഡ് ചെയ്യുന്നിട്ട് കയറി നല്ല ഷോട്ട് അവനെ നോക്കാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വാഡാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കളിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവനെ കില്ലൊക്കെ എടുത്തിട്ട് ലൂട്ടൊക്കെ പെറുക്കുകയാണ്. അപ്പോൾ നൈസായിട്ട് എനിക്ക് അടി കിട്ടി. അപ്പോൾ നമ്മൾ നൈസായിട്ട് ടെസ്റ്റ് മാറി എബിലിറ്റി ഇട്ട് മാറി നൈസായിട്ട് ഇവിടെ നിന്ന് മെഡിക്കിട്ട് അടിക്കുകയാണ്. അപ്പം മെഡിക്കിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ ഒരുത്തനെ ഞാൻ കണ്ട്. അവനെനിക്ക് അടിക്കണമെന്നുണ്ട്, പക്ഷെ വേണമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴും അവനെ അടിച്ചിട്ട് പോയാൽ മതി. അവിടെ അതിൻ്റെ മണ്ട കയറി എന്നെ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയും അടിച്ചിടണം അവനെ. അപ്പോൾ അവനെ അടിച്ചിടാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അവനെ അടിച്ചിടാതെ നമുക്ക് നൈസായിട്ട് സ്കോപ്പൊക്കെ വെച്ച് നമ്മൾ അടിച്ച് നോക്കുന്നുണ്ട്. അപ്പം ഇതുവരെയായിട്ട് അവൻ വീഴുന്നില്ല. അവൻ നൈസായിട്ട് അങ്ങോട്ടും കണ്ട് മാറി ഉളുവാളൊക്കെ ഇട്ടേക്കുവാണ്. അവിടെ നിന്ന് മടുത്തിട്ട് ഞാൻ കയറി അടിക്കുക എന്നുള്ളൊരു മൈൻഡ് കയറി എന്നിട്ട് ഒരുത്തനെ അടിച്ചപ്പോൾ അവൻ്റെ ഹെഡൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് കവറെടുത്ത് നമ്മളിങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചപ്പോൾ മണ്ടേന്ന് അടിക്കുന്നുണ്ട്. അവനെ നമുക്ക് എങ്ങനെയും ടോപ്പിൽ നിന്ന് അടിച്ചിടണം താഴെ. പക്ഷേ മറ്റവനെ ഞാൻ ഒന്നും എടുത്തപ്പോൾ അവൻ കില്ലായി പൈസ. അവനെ നൈസായിട്ട് നമ്മൾ കില്ല് ചെയ്ത് അവൻ നോക്കായി കിടക്കുമായിരുന്നു. അവനെ നൈസായിട്ട് നമ്മൾ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം മണ്ടയുള്ളവനെ എനിക്ക് അടിക്കണമെന്നുണ്ട്, പക്ഷെ അവനെ അങ്ങനെ അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തനാണ്ട് അതിൻ്റെ കൂടെ കയറി വരും. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് മാറിയപ്പോഴാണ് സൈഡിൽ കൂടെ ഒരുത്തം വരുന്നത്. അവനെ നൈസായിട്ട് അടിച്ച് നോക്കുമ്പോൾ അവൻ മോക്കോയിൽ പെട്ടിരിക്കുക. അപ്പം ഞാൻ നൈസായിട്ട് കയറി അടിക്കുക എന്നുള്ള മൈൻഡിലല്ല. അപ്പോഴത്തേക്കാണ്ട് അവൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം നൈസായിട്ട് ഗ്ലൂ ആയിട്ട് മാറിയിട്ട് നമ്മൾ നൈസായിട്ട് ഗ്ലൂ ആയിട്ട് കയറിയപ്പോൾ ആ ഗ്ലൂ ആയിട്ട് നെറ്റടിച്ച് വന്നിട്ടുണ്ട്. നൈസായിട്ട് മെഡ് നമുക്കിവിടെ ഹീൽ ചെയ്യാം. നമുക്ക് മെഡ് പെട്ടെന്ന് ഹീൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ ടോപ്പ് ഇരിക്കുന്നവനെ എങ്ങനെയല്ലോ അടിക്കണം. അതായത് നമ്മൾ ഗ്ലൂ ആയിട്ടിട്ട് നൈസായിട്ട് ഈ ലൂട്ട് അങ്ങോട്ട് എടുത്ത് കുറേ ലൂട്ടൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ ലൂട്ടൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ നൈസായിട്ട് എക്സമേറ്റ് വേണ്ടെന്ന് വെച്ചു. നമ്മൾ എക്സമേറ്റ് വെച്ചൊക്കെ കുറേ ഇപ്പോൾ ഭയങ്കര എക്സമേറ്റൊക്കെ വെച്ച് കളിക്കുന്ന ഒരു രസമില്ല. നമ്മൾ ഭീമ സ്ട്രിപ്പിലോട്ട് ഇറങ്ങി ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവത്തിന് ഇങ്ങോട്ട് കയറി വരുന്നു. അവനെ നൈസായിട്ട് അടിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷെ അവനെ മൈൻഡ് കൊണ്ടുവരുന്നില്ല. അവൻ നൈസായിട്ട് ബോഡി ഷോട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. കുറേ അടി വെച്ചിട്ട് അവനവിടെ എബിലിറ്റി ആയിട്ട് മാറി നൈസായിട്ട്. അപ്പോൾ എന്തോ പോലെ ആയിപ്പോയി. പക്ഷെ മോക്കയുടെ എബിലിറ്റി ഉള്ളതുകൊണ്ട് അവൻ എവിടെ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. നോക്കുമ്പോൾ അവൻ എൻ്റെ നേരെ കാണാൻ പറ്റുന്ന രീതിക്ക് അവനെ നൈസായിട്ട് നോക്കാക്കിയിട്ട് നമ്മൾ കയറി ചെന്ന് കില്ലെടുക്കുക എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അവനെങ്ങാണ്ട് ഇവിടെങ്ങാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുക. അവൻ്റെ ടീം ആരും ഇവിടെ ഇല്ല. നമുക്ക് നൈസായിട്ട് അവനെ കൊന്നിട്ട് പോകുന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഭീമ സ്ട്രിപ്പിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ ഇങ്ങോട്ട് കയറി വരും. നമ്മൾ നൈസായിട്ട് MP40 അടിച്ചങ്ങോട്ട് കൊന്നു കളഞ്ഞ്. നൈസായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വുഡ് പെക്കർ കിടക്കുന്നുണ്ട്. നൈസായിട്ട് വണ്ടാപ്പ് കളിക്കാന്നുള്ളൊരു മൈൻഡിലാണ്. അടുത്ത റൂമിലോട്ട് വന്നപ്പോൾ ഒരു P90 കിടക്കുന്നുണ്ട്. P90 MP40 മറ്റേ നമ്മൾ P90 ആക്കിയിട്ടുണ്ട്. MP40 നല്ലതാക്കാണ്, എന്നാലും നമ്മൾ P90 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് P90 എടുത്ത് കയറി മണ്ടയിലോട്ട് ഒരു കുന്നിൻ്റെ മണ്ട പോലെ ഇല്ല, അങ്ങോട്ട് കയറി ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ അവനെ നൈസായിട്ട് ഒരു വണ്ടാപ്പിൽ അവനങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അവനെ നൈസായിട്ട് കവർ എടുത്തിട്ട് നൈസായിട്ട് അവനെ വെട്ടി അങ്ങോട്ട് കൊന്നു നൈസ്. അപ്പം നൈസായിട്ട് നല്ലൊരു ഇതിലാണ് കളിച്ചത്. അപ്പോൾ അടുത്ത ദിവസം കയറി വന്നു. ഇവനെന്താ ബോട്ട് ഇരിക്കുന്നവനുണ്ടോ, അവനെന്തോ റേഞ്ച് പോയിരിക്കുകയാണ് നൈസ്. അപ്പോൾ അവനെ നൈസായിട്ട് കൊല്ലാമെന്ന് വിചാരിച്ച് കയറി ചെല്ലുവാണ്. അപ്പോൾ കയറി ചെന്നപ്പോൾ അവനിവിടെ അടിക്കുന്നുണ്ട് നൈസ്. അപ്പം അവനെന്തോ റേഞ്ച് പോയിരിക്കുമായിരുന്നു. അവനെ നൈസായിട്ട് കൊന്ന് അവൻ്റെ ലൂട്ട് എടുക്കുകയാണ്. അവൻ്റെ ലൂട്ടൊക്കെ നൈസായിട്ട് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ പ്ലേസിൽ നിന്നൊന്നും ആരും കൂണടിക്കാറില്ല. എന്നാലും നമ്മൾ നൈസായിട്ട് കൂണൊക്കെ അടിച്ച് മഷ്റൂമൊക്കെ ഇങ്ങനെ ഹീൽ ചെയ്തിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഈ ടവർ പോലത്തെ അതിൻ്റെ ഒക്കെ അകത്തെല്ലാം നോക്കി ആരൊന്നുമില്ല. പക്ഷേ അവിടെ ഒന്നും ആരെ കാണാതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ക്ലോക്ക് ടവറിലോട്ട് പോകുന്നുള്ള ഇതിലിരിക്കുമ്പോൾ ഒരുത്ത പുറയിൽ നിന്ന് വരുന്നു. അതൊന്നും കാണുന്ന പോലും ഇല്ല. നമ്മൾ നല്ല കവറെടുത്ത് നന്നായിട്ടാണ് കളിക്കുന്നത്. അപ്പം നൈസായിട്ട് നമ്മളും അങ്ങനെ തന്നെ കളിച്ചില്ലെങ്കിൽ നമ്മളപ്പോൾ ഡെഡാകുന്നതായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ കയറി വരും. ഇവനൊരു റഷ് ചെയ്ത് കളിക്കുന്നൊരു പ്ലെയറായിരുന്നു. അപ്പം നൈസായിട്ട് അവൻ എന്നെ അടിച്ചടിച്ച് ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ നല്ല കവറെടുത്താണ് കളിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അവനെ കവറെടുത്ത് താഴെ വരെ ചെന്ന് രണ്ടാമത് അടി എനിക്ക് ഞാൻ ഓർത്തിന് ഞാൻ ഡെഡായിരുന്നു. അപ്പോൾ പക്ഷേ അതിന് മുമ്പേ ഞാൻ കവറെടുത്ത് അവനപ്പോൾ കയറി വരുന്ന അവനെ ഞാൻ കില്ല് ചെയ്തിട്ടുണ്ട്.
അവനെ നൈസായിട്ട് കില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോക്ക് ടവറിലോട്ട് വന്നപ്പോൾ താണ്ട് അതിൻ്റെ മണ്ടയിലെല്ലാം എനിമി ഉണ്ട് ഗൈസ്. അപ്പം അവിടെ അടി കിടക്കുന്നതുണ്ട്. അപ്പോൾ ഒരുത്തൻ അതിൻ്റെ മണ്ടയിലിരിക്കുന്നതുണ്ട്. ഞാൻ അങ്ങനെയല്ല സ്കോപ്പ് അടിച്ച് കൊല്ലാന്നുള്ള ഇതിലായിരിക്കുന്നത്. അപ്പം അവനെങ്ങനെയും സ്കോപ്പ് അടിച്ച് കൊല്ലാന്ന് നോക്കുമ്പോൾ അവനെ എയിമായിട്ട് കൊള്ളുന്നില്ല. അവനെ HP കളയണമെന്നുള്ള രീതിയിലായിരിക്കുന്നത്. പക്ഷെ അവൻ കവറെടുത്ത് മണ്ടയിലോട്ട് ഇച്ചിരി മാറി. അപ്പം വേറെ തന്നെ ആ സൈഡിൽ കൂടെ വന്നപ്പോൾ അവനെ അടിച്ചിടാന്ന് വിചാരിച്ചു. അവനെ അടിച്ച് നോക്കാക്കി അവനെ കില്ല് ചെയ്തു. അവനെ കില്ല് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ നേരെ പോകാമെന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. അപ്പോഴാ അതിൻ്റെ ടോപ്പിൽ ഒരുത്തൻ ഇരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വേറെ കയറി വന്നു. ആ ടോപ്പിൽ കയറി വന്നപ്പോൾ അവനെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവനുണ്ടാകും കൊള്ളുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ കവറെടുക്കുകയാണ്. അപ്പം ഞാൻ കവറെടുത്ത് അവനെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവന് സോണിയബിലിറ്റി വന്നു. അത് എന്നെ കൊന്നൊന്ന്. പക്ഷേ ഞാൻ കവറെടുത്തോണ്ട് അവനടിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ കില്ല് പോയെന്ന്. ഞാൻ ഇങ്ങോട്ട് കുറച്ച് വന്നപ്പോൾ അവൻ സോണിപ്പെട്ട് ചത്തു. നൈസായിട്ട് സോണിപ്പെട്ട് ഇതായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു പുതിയ ഗിൽഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കയറാൻ താല്പര്യമുള്ളവർ കയറണം. ID ഇവിടെ കൊടുക്കുക. ID അടിച്ച് കയറാൻ താല്പര്യമുള്ളവർ കയറണം. നന്നായിട്ട് പുഷ് ചെയ്യാനുള്ളൊരു ഗിൽഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഒരു സ്കോഡ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഓസി അടിയാന്ന് വിചാരിച്ച് ലോകത്ത് പോയിട്ട് നോക്കായി. അവനെ നൈസായിട്ട് കിറ്റ് ചെയ്തു. അവിടുത്തെ സ്കോഡ് വൈപ്പായി ഗൈസ്. അപ്പോൾ നൈസായിട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കവർ എടുക്കാമെന്ന് വിചാരിച്ചു. മരത്തിൻ്റെ പുറകിൽ ട്രീയുടെ പുറകെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഇവിടെ ആയിരുന്നില്ല. അപ്പം സൈഡിലോട്ട് അങ്ങോട്ടുള്ള അടി. അപ്പം നമുക്കിത് അടി കിട്ടി. അപ്പം നൈസായിട്ട് കവറെടുത്ത് ആ കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ ആളെ കണ്ട് മനസ്സിലായി അവൻ ആ സോണ് കയറി വരുന്നുള്ളായിരുന്നു. അപ്പം നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് കയറി എന്നടിയെന്ന് വിചാരിച്ചപ്പോൾ മണ്ടയിൽ ഒരു തന്നെ വിലുവാണെന്ന് സെറ്റ് ചെയ്യുന്നില്ല. അവനത് പോയിട്ട് കയറി അവനെ നൈസായിട്ട് നോക്കാക്കി ഈലിക്കാന്ന് വിചാരിച്ചപ്പോൾ താണ്ട ഒരുത്ത മണ്ടായിരിക്കുന്നത്. ആ മണ്ടായിരുന്നവനെ ആ കാര്യം മറന്നുപോയി. അവൻ അവിടെ ഉണ്ടെന്ന് തന്നെ ഓർമ്മയില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഗ്രനേഡൊക്കെ വലിച്ചെറിഞ്ഞ് ഞാൻ നോക്കായ കില്ല് കിട്ടി. അപ്പം നൈസായിട്ട് നമ്മളങ്ങനെ എടുത്ത് കയറുകയാണ്. അപ്പോൾ മറ്റവനെ കയറി അടിക്കുന്നത് നൈസായിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചപ്പോൾ മറ്റവൻ സോണിപ്പെട്ട് എലിമിനേറ്റഡായി. സൈഡിൽ നിന്നെല്ലാം അടി വരുവാണ്. അപ്പം എങ്ങനെയാലും ഇവിടുന്ന് കവറെടുത്ത് പോകണം. അപ്പം നൈസായിട്ട് ബെഡൊക്കെ ഹീൽ ചെയ്തിട്ട് സൈഡിൽ കൂടെ കവറെടുത്ത് പോകാമെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു മതിൽ പോകണം. അപ്പം ഞാൻ കുറേ ഇങ്ങോട്ടെല്ലാം വന്നിട്ട് ആരും കണ്ടില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. അവിടെ നൈസായിട്ട് ലോങ്ങിൽ നിന്ന് അടിച്ചിടാമെന്നുള്ള രീതിയിലാണ് ഇത് കയറി അടിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അപ്പോൾ നൈസായിട്ട് കയറി അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറങ്ങി അടിക്കാൻ നേരിട്ട് എന്ന് പറയാൻ. അപ്പോൾ ഒരുത്തനെ കൊണ്ട് അവനെ നൈസായിട്ട് ഹെഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പറ്റില്ല. അപ്പോൾ ഇതിട്ട് പോയി ഊങ്കോങ് ഇട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ ചേട്ടാ അവളെ അടിച്ചിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വന്ന് കവറൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കയറാന്നുള്ള രീതിക്കാണ്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് കില്ല് ചെയ്തിട്ട് നമ്മൾ കവറെടുത്ത് മാറി ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ കുറേ പേരുണ്ട്. പക്ഷേ എല്ലാവരും കവറെടുത്ത് നിൽക്കുവാണ്. നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കവറെടുത്ത് നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലും വരുവാണെങ്കിൽ അടിച്ചിടാനാണ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഈ ഭാഗത്തോട്ട് കയറണം. അവിടെയാണ് സോം പോകുന്നത്. അങ്ങോട്ടാണ് സോം പോകുന്നത്. അങ്ങോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഡെഡാകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആരെയും കാണാത്തതുകൊണ്ട് കുറേ നേരം നിന്ന്. പൊരുത്തന്മാരവിടെ ഉണ്ട്. അപ്പോൾ അമ്മമാരാരും കയറിയും വരുന്നില്ല. നൈസായിട്ട് ആർക്കും സോണിപ്പെട്ടി ചത്തുന്നത്. പക്ഷേ അമ്മമാരാരും സോണിപ്പെട്ടി ചത്തിട്ടില്ല. ഒരാളങ്ങോട്ട് ഡെഡായി. സോണിലാണോയെന്ന് അറിയത്തില്ല. അപ്പോൾ സൈഡിൽ നിന്ന് എനിക്കിട്ട് അടിച്ചു. അപ്പോൾ നൈസായിട്ട് ഞാൻ അവനെ കൊല്ലാൻ നോക്കുമ്പോൾ അവനെല്ലാം നല്ല ഡാമേജ് എനിക്കിത് തരുന്നുണ്ട്. അവനിങ്ങോട്ട് കയറാതെ വേറെ വഴിയില്ല. ഇനി കറങ്ങാനും പറ്റത്തില്ല. അവിടെ എല്ലാം സോണായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയെങ്കിലും അടിച്ചിടാമെന്ന്. അപ്പോൾ അവനെൻ്റെ മോക്കോയിൽ വിട്ട് കിടക്കും. അവനെങ്ങനെ വന്നാലും ഞാൻ അറിയും. അപ്പം അവൻ വന്നപ്പോൾ നൈസായിട്ട് അടിച്ചിട്ട് അപ്പോൾ അടിച്ചിട്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട സബ് മറക്കാതെ ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ കൂടെ അമർത്തണം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ബൈ.